ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഹസ്ബൻഡ് സാറ്റർഡേ മത്സ്യം വാങ്ങാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ആളെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ പോയിട്ടില്ല. എന്നോട് വരുന്നോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാനും കൂടി പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം ഞാൻ ഇതുവരെ മാർക്കറ്റിൽ പോയിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഞാനും കൂടി അവിടെ വരാമെന്നെല്ലാം പറഞ്ഞതാണ്. പിന്നെ എനിക്ക് ഭയങ്കര മടിയായി. അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡ് പോയി വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു നിനക്ക് വേണ്ട വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന്. നോക്കുമ്പോൾ ആൾ തന്നെ എടുത്തിട്ട് കൊണ്ടുവന്ന വീഡിയോസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കുറേ ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്തൊരു ഷോർട്ട്സ്, ഇത് യൂട്യൂബ് ഷോർട്ടായിട്ട് ഇടേണ്ടതുകൊണ്ട് ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്തിട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പം പിന്നെ ആളെടുത്തോണ്ട് ചെറിയൊരു ഷേക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾ പോകരുത്. നമുക്ക് നല്ല മീൻ കാണാമല്ലോ ഗൈസ്. ഇതാണ് അവിടെയുള്ള മാർക്കറ്റ്. ഇത് വെച്ചാൽ ഇവിടെ നമ്മളെ കോയമ്പേട് പോകുന്ന റോഡ് സൈഡ് തന്നെയുള്ളൊരു, അങ്ങൊന്നും എത്തണ്ട, അവിടെ അതിന് മുന്നേ എത്രയോ മുന്നേ തന്നെയുള്ളൊരു നല്ലൊരു മാർക്കറ്റാണ്. ഞാൻ പോകുമ്പം ജസ്റ്റ് എനിക്കിങ്ങനെ കാണിച്ചാണ് എത്തുണ്ട്, അതാണ് മാർക്കറ്റ്. അങ്ങനെ കണ്ടിട്ടില്ല, ഇതുവരെ ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇതാ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്, നല്ല ഒരുപാട് മീനുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് മീൻ വാങ്ങി ഇവർ തന്നെ വൃത്തിയാക്കി തരും കേട്ടോ. അല്ലാണ്ട് അതിന് എക്സ്ട്രാ നമ്മളൊരു 20-30 കൊടുക്കണം. അപ്പം നമ്മളധികവും വൃത്തിയാക്കിയിട്ട് തന്നെയാണ് വാങ്ങാറ്. ചെമ്മീനൊക്കെ തോട് പൊളിച്ചൊക്കെ തരും. പിന്നെ അതിൻ്റെ ആ ഒരു നൂല് പോലത്തെ സാധനം ഒന്നും എടുത്തരില്ല, അത് നമ്മൾ തന്നെ എടുക്കണം. അതൊക്കെ കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സാണല്ലോ, അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ വലിയ അയക്കൂറയാണ് വാങ്ങിയത് കേട്ടോ. അയക്കൂറ ഇതാണ് നമ്മൾ വാങ്ങിയ അയക്കൂറ. ഈ 4 പീസേ വാങ്ങിയിട്ടുള്ളൂ. ഈ 4 പീസിന് തന്നെ 500 അങ്ങനെ ആയിന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ അവിടെ അപ്പുറത്ത് നിന്നിട്ട് ചെമ്മീൻ വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ നമുക്ക് താഴത്തെ തോടെ വലിച്ചിട്ടുള്ളൂ. അവർ തലേൻ്റെ ഭാഗമൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ വൃത്തിയാക്കുവാണ്. ഏട്ടനാണ് ഇത് പൊരിക്കുന്നത് കേട്ടോ. അന്നേരം ആളുടെ രീതിയിൽ പൊരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൊരിച്ചങ്ങ് വെച്ച് 4 പീസും. എന്തായാലും 4 കഴിക്കൊന്നുമില്ല, 2 പീസ് ഓരോന്നോരോന്ന് കഴിക്കാം. ബാക്കിയുള്ളത് നമുക്ക് നാളെ എടുക്കാമല്ലോ. ആളിതാ പെയിൻ്റ് അടിക്കുന്ന പോലെയൊക്കെ മസാലയൊക്കെ തേക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട്. ഞാൻ അപ്പുറത്തുനിന്നാണെങ്കിൽ ചെമ്മീൻ വലിയ ചെമ്മീനാണ് കിട്ടിയത്. അപ്പം ചെമ്മീൻ തന്നെ നമ്മൾ ആക്കണം, കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചെമ്മീൻ എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രം ഫുള്ളായി കേട്ടോ. കണ്ട, അയക്കുറ വെച്ചപ്പോൾ ഫുള്ളായി. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയാണ്. നമ്മൾ നാട്ടിൽ പോയാൽ എപ്പം വെളിച്ചെണ്ണ വാങ്ങും. വെളിച്ചെണ്ണ ഇവിടത്തേനെ അപേക്ഷിച്ച് നാട്ടിൽ വില കുറവാണ്, അതുകൊണ്ട് നാട്ടിൽ നിന്ന് വാങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഇല്ലും ഗൈസ്. എന്തായാലും എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. എനിക്ക് വീഡിയോ ഇടാനും ഒക്കെ എന്താ പറയുക, ഒരു ഉഷാർ വരില്ലോ. അതുകൊണ്ട് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഇല്ലും. എല്ലാവരും എൻ്റെ അയക്കൂറ ഫ്രൈ ഒക്കെ കണ്ടോളൂ. എനിക്ക് ഈ അയക്കൂറ ആഗോലിയൊക്കെ മാറിപ്പോകും എന്തായാലേ. അപ്പം ബായ്.